നെല്ലിക്കുഴി, പിണ്ടിമന പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൃക്കാരിയൂർ, ചിറലാട്, ആയക്കാട്, അമ്പലപ്പടി റോഡ് ചെളിക്കുളമായി. കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് റോഡ് ഇപ്പോൾ. ടാറിംഗ് നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃക്കാരിയൂർ, ചിറലാട്, ആയക്കാട്, അമ്പലപ്പടി റോഡിനെ നിരവധി വീട്ടുകാരും വാഹനങ്ങളും യാത്രയ്ക്കായി ആശ്രയിക്കുന്നതാണ്. റോഡിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടും ചെളിയും നിറയും, വേനൽക്കാലത്ത് പൊടിശല്യവും. കാൽനടയാത്ര പോലും സാധ്യമല്ല. ഇപ്പോൾ 3 കിലോമീറ്ററോളം അധികമായി സഞ്ചരിക്കേണ്ട ഗതികേടാണ് നാട്ടുകാർക്കുള്ളത്. നമ്മുടെ ആയക്കാട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന് ചാടുന്ന ഈ റോഡ് ഞങ്ങൾ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. കോതമംഗലത്തു നിന്നൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിൽ എത്താൻ പറ്റുന്ന ഒരു റോഡാണിത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോലും പറ്റാതെ ഈ ഒരു അവസ്ഥ വന്നതോടുകൂടി ഈ പ്രദേശത്തൂടെ ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിൽ പ്രായമായ ആൾക്കാർ, അതുപോലെ കുഞ്ഞുങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഒത്തിരി വളഞ്ഞു ചുറ്റി പോകേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത നാളിൽ കുഴഞ്ഞു വീണ ഒരാളെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയെന്നും അതിനാൽ മരണം സംഭവിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡ് സഞ്ചാരയോഗ്യമായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ചിറലാട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് പത്മനാഭൻ പറഞ്ഞു. റോഡൊന്നും പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഒരു ചെളിക്കുണ്ട് പോലെ MLAയുടെ സഹായത്തോടെ ഞങ്ങളുടെ റോഡ് ഇത്ര ആക്കിയെടുത്തു. ആ റോഡ് പിന്നീട് യാതൊരു പുരോഗമനവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞാൽ ഒരു കാൽനടക്കാർക്ക് പോലും ഉപയോഗശൂന്യമായിട്ട്. ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് ഇപ്പോൾ ഇവിടെ അടുത്ത് നടന്നൊരു മരണം. ആ മരണത്തിൽ ആ മരണപ്പെട്ട ആളെ ഈ 500 മീറ്റർ താണ്ടിയ റോഡ് നന്നായിരുന്നെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ പെട്ടെന്നൊരു ചികിത്സാ സഹായം കിട്ടിയേനെ. ആ സഹായം കിട്ടാതെ പുള്ളി 3 കിലോമീറ്റർ കറങ്ങിയാണ് തൃക്കാരിയൂർ വഴി കോതമംഗലത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയത്. അതുകൂടാതെ അടുത്ത് നടന്നൊരു വിവാഹം. ആ വിവാഹത്തിൽ പുള്ളിയുടെ അതിഥികളായിട്ട് വന്ന ആളുകൾക്കൊക്കെ വളരെയധികം കഷ്ടപ്പാടായിരുന്നു. എല്ലാവരും എത്രയോ കറങ്ങി വരണം. ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റുന്ന, നടക്കാൻ പറ്റുന്ന റോഡെങ്കിലും ആയിരുന്നെങ്കിൽ ആ അതിഥികൾക്കൊക്കെ ഇവിടെ എത്തിച്ചേരാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് നാട്ടുകാർക്ക് ഇവിടെ ഉള്ള 10-35 വീടുകളുണ്ട്. ആ വീട്ടുകാർക്ക് മൊത്തം ഉപകാരം. അതുകൂടാതെ നാഗഞ്ചേരി, കോട്ടപ്പടി ഭാഗത്തേക്ക് പോകേണ്ടവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു റോഡാണിത്. 2008 നിർമ്മിച്ച വഴി 2021 വരെ പല ഘട്ടങ്ങളിലായി നവീകരിച്ചു. ഇതിനായി MLA ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ലഭിച്ചു. പിന്നീട് ഫണ്ട് ലഭിക്കാതെ വന്നതോടെയാണ് റോഡ് തീർത്തും മോശമായത്. പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ബൈപ്പാസായും ഇത് ഉപയോഗിച്ചിരുന്നു. റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു 350 മീറ്റർ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തൃക്കാരിയൂർ പ്രദേശത്തേക്കുള്ള റോഡുമായിട്ട് ബന്ധപ്പെടുന്നതിന് പകരം നമ്മളിപ്പോൾ 3 കിലോമീറ്റർ ചുറ്റിയാൽ മാത്രമാണ് ഈ പ്രദേശത്ത് എത്താൻ കഴിയുള്ളൂ. അത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ള റോഡാണിത്. അപ്പോൾ ഈ റോഡിനെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ റോഡിൻ്റെ 2 സൈഡും കെട്ടി നമ്മൾ മണ്ണിട്ട് ഒരു മഡ് വഴി, അതായത് ഒരു മണ്ണിട്ട റോഡായിട്ട് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേനൽക്കാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ, വളരെയേറെ വണ്ടികളാണ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു നല്ല രീതിയിലുള്ള ഗതാഗതം ഈ ചെറിയ ബൈപ്പാസ് റോഡായതുകൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് മാത്രമാണ് ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയുന്നത്. വർഷക്കാലം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ചുറ്റി വളഞ്ഞ് തന്നെയാണ് ഇവിടെ ഈ ഇക്കരെയുള്ള ഈ നാട്ടുകാരും ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മണ്ണിട്ടത് കൊണ്ട് ഈ റോഡ് ശക്തമായിട്ടുള്ളൊരു ജോലി, അതായത് റോഡ് ചെയ്ത് അതുപോലെ തന്നെ പാറ വിരിച്ച് അങ്ങനെ ടാർ ചെയ്യുക തന്നെ വേണം എന്ന്. GTV ന്യൂസ്, കോതമംഗലം.